കാലം മുമ്പ് ആ കൊറോണയും ലോക്ക്ഡൌണും ഒക്കെ ഉണ്ടായ സമയത്ത് സാനിറ്റൈസർ ഉപയോഗിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ. അതായത് നമ്മൾ കൈ ഈ സാനിറ്റൈസർ ഡിസ്പെൻസറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അടുത്തെത്തുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് ആ സാനിറ്റൈസർ വരും. കൈ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ആ സാനിറ്റൈസർ വരുന്നത് സ്റ്റോപ്പ് ആവും. ഈ രീതിയിലുള്ള ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ എങ്ങനെയായിരിക്കും റെഡിയാക്കിയിട്ടുണ്ടാവുക? ആ രീതിയിലുള്ള ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസറിന്റെ ചെറിയൊരു മോഡലാണ് നമ്മളിവിടെ, ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മോഡലാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കൈ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ നമ്മുടെ മനുഷ്യന്റെ കൈ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റ് അടുത്തേക്ക് വരുന്ന സമയത്ത് അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ഡിവൈസുകളുണ്ട്. IR സെൻസർ, അൾട്രാസോണിക് സെൻസർ, ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്, ഈ പറഞ്ഞിട്ടുള്ള ഡിവൈസുകളൊക്കെ തന്നെ അതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിലുള്ള IR സെൻസർ എന്ന് പറയുന്ന ഒരു സെൻസറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ചിത്രം നോക്കുക, അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെക്കാം. ഓക്കെ, പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് ബോർഡ് വേണം, അതേപോലെ ആർഡിനോ യുനോ വേണം, IR സെൻസർ വേണം, പിന്നെ നമ്മുടെ സെർവോ മോട്ടോർ വേണം, ആവശ്യമായുള്ള ജമ്പർ വയേഴ്സും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെന്താണെന്ന് നമുക്കറിയാലോ. ഇതാണ് IR സെൻസർ മൊഡ്യൂൾ. അതായത് ഇതിന് മുന്നിലേക്ക് ഒരു വസ്തു വരുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് ഇതിന്റെ ഔട്ട്പുട്ട് പിന്നെ ഓഫ് ആവും. ഓക്കെ, അതേപോലെ ആ വസ്തു ഇതിൽ നിന്ന് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ, ഇതിന് മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് പിന്നെ ഓൺ ആവുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് വേണ്ടത് സെർവോ മോട്ടോറാണ്. നമ്മുടെ സാനിറ്റൈസർ ഡിസ്പെൻസറിൻ്റെ ഒക്കെ തന്നെ ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പില്ലേ, ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഈ സെർവോ മോട്ടോറിനെ നമുക്ക് 0 മുതൽ 180 ഡിഗ്രി വരെ ഇതിനെ നമുക്ക് കറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ വയറ് നോക്കുക. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലിവിടെ ഓറഞ്ച്, റെഡ്, ബ്രൗൺ അങ്ങനെ 3 കളേഴ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതിൽ റെഡ് കണ്ടില്ലേ നടുവിലുള്ളത്, ആ റെഡ് നമ്മൾ 5 വോൾട്ടിൽ കൊടുക്കും. അതിനിപ്പുറമുള്ള ബ്രൗൺ ഇല്ലേ, അത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കും. പിന്നെ ഈ കാണുന്ന ഈ ഓറഞ്ച് ഉണ്ടല്ലോ, അതാണ് കൺട്രോൾ സിഗ്നൽ. കാരണം ഇത് നമ്മൾ നമ്മുടെ ഡിജിറ്റൽ പിന്നിലെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ അത് കാണിച്ചു തരാം. അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കൊടുക്കുന്ന സിഗ്നലിനനുസരിച്ചിട്ടാണ് ഇത് എത്ര ഡിഗ്രി കറങ്ങണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് തോംസൺ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് കയറിയാൽ മതി. വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനകത്തും അതേപോലെ തന്നെ കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു റോബോട്ടിക് കിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു കിറ്റ് വാങ്ങാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റിനകത്ത് നമുക്ക് പഠിക്കാൻ ആവശ്യമായുള്ള 10ാം ക്ലാസ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ ആവശ്യമായിട്ടുള്ള കമ്പണൻസ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഈ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് റോബോട്ടിക്സിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് റോബോട്ടിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല പ്രവർത്തനങ്ങളും പല പ്രൊജക്റ്റുകളും ചെയ്ത് നോക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് കമ്പണൻസ് ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ബൾക്കായിട്ടൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പറിലൂടെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ തന്നെ, ഈ ഒരു കമ്പണൻസ് ഒക്കെ തന്നെ വാങ്ങാം. തിങ്കർകാഡ് എന്ന് പറയുന്ന ഒരു സൈറ്റ് വഴി എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ എന്നുള്ളത് എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സൈറ്റ് എടുത്തത്. ഓക്കെ, അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് ജമ്പർ വയർ ഉപയോഗിച്ചത് കണക്ട് ചെയ്യാം. അപ്പോൾ ആവശ്യമായ സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്രെഡ് ബോർഡ് ഉണ്ട്, ആർഡിനോ യുനോ ഉണ്ട്, അതേപോലെ നമ്മുടെ ഇത് IR സെൻസർ ആണ്, അതേപോലെ ഇത് നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള സെർവോ മോട്ടോറാണ്. കണക്ഷൻ കൃത്യമായിട്ട് ആ ഒരു ജമ്പർ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ആർഡിനോ യുനോ ഉണ്ടല്ലോ, ഈ ആർഡിനോയുടെ ഗ്രൗണ്ടും കാണാൻ പറ്റും. ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, അതേപോലെ ഇവിടെ 5 വോൾട്ട് ഉണ്ട്. ആദ്യം നിങ്ങളൊരു വയർ എടുക്കുക. ഓക്കെ, ഒരു ജമ്പർ വയർ എടുക്കുക. ഏതെങ്കിലും ഒരു കളർ എടുത്താൽ മതി, ഇന്നത് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചിത്രത്തിൽ കാണുന്ന അതേ കളർ തന്നെ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. കളർ ചേഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 5 വോൾട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ജമ്പർ വയർ എടുത്തിട്ട്, ഓക്കെ, ഈ 5 വോൾട്ടിൽ നിന്ന് ഒരു ജമ്പർ വയർ എടുത്തിട്ട് നേരെ ഇവിടേക്ക് കണക്ട് ചെയ്യാം. അതായത് ഇവിടെ നമ്മുടെ ഈ ഒരു പോസിറ്റീവ് ഉണ്ട് അല്ലേ, ഇവിടെ പോസിറ്റീവ് ഉണ്ട്, ഈ ഒരു ലൈനിലേക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഴുവനായിട്ട് ആ ഒരു 5 വോൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ മുഴുവനായിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയി 5 വോൾട്ട് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുഴുവനായിട്ട് നമുക്ക് ആ ഒരു 5 വോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 5 വോൾട്ട് മാത്രം പോരാ, നമുക്ക് ഗ്രൗണ്ട് ഉണ്ട്. മറ്റൊരു ജമ്പർ വയർ എടുക്കുക. ഓക്കെ, ഞാനിവിടെ നിന്നൊരു ഗ്രൗണ്ട് എടുത്ത് നേരെ ഈ ഒരു നെഗറ്റീവിലേക്ക്, ഓക്കെ, ഇവിടെ ഈ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മുഴുവൻ ആ ഗ്രൗണ്ടിലാണ് വരുന്നത്. ഓക്കെ അല്ലേ, ഇത്രയും കാര്യം റെഡിയായി. സെർവോ മോട്ടോറിന്റെ 3 വയറുകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ കാണുന്ന പവർ ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പവർ എന്ന് പറയുന്ന ഭാഗമാണ്. ഞാനിവിടെ വേറെയൊരു കളർ എടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് മറ്റൊരു കളർ എടുത്തു, ഒരു ജമ്പർ വയർ എടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഞാനൊരു കണക്ഷൻ, ഞാനിവിടെ പവർ 5 വോൾട്ടിലേക്ക് കൊടുക്കുന്നു.
അതായത് ഇവിടെ നിന്ന് നേരെ ഒരു കണക്ഷൻ ഇത് ഇവിടേക്ക് കൊടുത്താൽ മതി. എന്തുകൊണ്ട് ഇവിടേക്ക് കൊടുത്ത്? നമ്മൾ ഓൾറെഡി ആർഡിനോ ബോർഡിൽ നിന്ന് ആ ഒരു 5 വോൾട്ട് എടുത്തിട്ട് ഈ ലൈനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും 5 വോൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു റെഡ് വയർ ഓക്കെ നമ്മുടെ അതിനകത്ത് കാണുന്ന ആ ഒരു സെർവോ മോട്ടോറിന്റെ റെഡ് വയർ നേരെ 5 വോൾട്ടിലേക്ക് കൊടുത്തു. ഇനി നമ്മുടെ ഗ്രൗണ്ട് ഉണ്ട്, ഈ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു വയർ നേരെ ഇവിടേക്ക് കൊണ്ടുപോയി കൊടുക്കുക. എന്തുകൊണ്ടാ? ഇവിടെ നമുക്കറിയാം ഓൾറെഡി നമ്മൾ ഈ ഒരു ആർഡിനോ യുനോ ബോർഡിന്റെ ഗ്രൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇത് ഇങ്ങോട്ടേക്കാണ് ഗ്രൗണ്ട് കൊടുത്തത്. അപ്പോൾ അതേ ലൈനിൽ തന്നെ കൊടുത്താൽ മതി. ഓക്കെ, സെർവോ മോട്ടോറിന്റെയും ആ ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. ഇനി ഒന്നുകൂടി ഉണ്ടല്ലോ കൺട്രോൾ സിഗ്നൽ. കൺട്രോൾ സിഗ്നൽ ഇവിടെ കൊടുക്കണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഈ ഒരു സെർവോ മോട്ടോറിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണ് ആ ഒരു കൺട്രോൾ ലൈന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആർഡിനോ യുനോ ബോർഡിന്റെ അകത്തുള്ള ഡിജിറ്റൽ പിന്നുകളിൽ വേണം നമുക്ക് കണക്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇവിടെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെർവോ മോട്ടോറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഡിജിറ്റൽ പിന്നിലല്ല നമ്മൾ കണക്ട് ചെയ്യാം. ഈ ഡിജിറ്റൽ പിന്നിൽ തന്നെ PWM പിന്നുണ്ട്, അഥവാ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. അതായത് ചില പിന്നിന്റെ നേരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിമ്പൽ കാണും. ഇതിനെ നമ്മൾ ടിൽഡ് സിമ്പൽ എന്നാണ് പറയാം. ഈ ടിൽഡ് സിമ്പലുള്ള പിന്നിന്റെ അർത്ഥം അത് PWM പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പിന്നുകളാണ്. അതായത് സെർവോ മോട്ടോറൊക്കെ തന്നെ നമുക്ക് കൃത്യമായ ആംഗിളിലേക്ക് തിരിക്കാനുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സെർവോ മോട്ടോറിനെയൊക്കെ തന്നെ നമുക്ക് നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ആർഡിനോ ബോർഡിൻ്റെ അകത്തുള്ള ഇത്തരത്തിലുള്ള ഈ സിമ്പല് കാണുന്ന ഈ ഒരു ടിൽഡ് സിമ്പല് കാണുന്ന PWM പിന്നിലേക്ക് വേണം കണക്ട് ചെയ്യാൻ. 11, 10, 9, 6, 5, 3 ഈ പിന്നുകളൊക്കെ തന്നെ PWM പിന്നാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സെർവോ മോട്ടോറിൽ നിന്ന് നമുക്കൊരു വയർ ഇങ്ങോട്ടേക്ക് എടുക്കാം. ഒരു ജമ്പർ വയർ ഉപയോഗിച്ചിട്ട് ഓക്കെ നമുക്കൊരു വയർ ഇതാ ഞാൻ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. നേരെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് അതിനെ ഇവിടെ 9ലേക്ക് കൊടുക്കുന്നു. 9ലേക്ക് കൊടുത്ത് ടെക്സ്റ്റ് ബുക്കിൽ 9 കൊടുത്തത് കൊണ്ടാണ് 9 തന്നെ കൊടുക്കണമെന്നില്ല. 10, 11 തുടങ്ങിയ ലൈനുകളുണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്. പൾസ് വിഡ്ത്ത് മോഡുലേഷനുള്ള ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പിന്നിലേക്ക് കൊടുത്താൽ മതി. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിൽ വേണ്ട മാറ്റങ്ങൾ മാത്രം വരുത്തണമെന്ന് മാത്രം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ സെർവോ മോട്ടോറിന്റെ കാര്യം നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി ഉണ്ട്, നമ്മൾ ഒബ്ജക്റ്റുകളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന IR സെൻസർ മൊഡ്യൂൾ ഉണ്ട്. ഈ IR സെൻസർ മൊഡ്യൂളിനെ നമുക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, ഇവിടെ IR സെൻസറിന് ഔട്ട് ഉണ്ട്, അതേപോലെ ഗ്രൗണ്ട് ഉണ്ട്, അതേപോലെ പവർ ഉണ്ട്. ആദ്യം പവറും ഗ്രൗണ്ടും നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു ജമ്പർ വയർ എടുത്തിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, പവർ ഓക്കെ നേരെ 5 വോൾട്ടിലേക്ക് കൊടുക്കുന്നു. നമ്മളിവിടെ ആർഡിനോയിൽ പോയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ആർഡിനോന്ന് 5 വോൾട്ട് ഇതാ ഈ ഒരു ലൈനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ലൈനിൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് 5 വോൾട്ട് വന്നോളൂ. ഇനി നമുക്ക് ഗ്രൗണ്ട് അല്ലേ വേണ്ടത്, മറ്റൊരു കേബിൾ എടുക്കുക, മറ്റൊരു ജമ്പർ വയർ എടുക്കുക. ഗ്രൗണ്ട് എന്ത് ചെയ്യുക, നേരെ ആ ഒരു ഗ്രൗണ്ട് ലൈനിലേക്ക്, ആ ഒരു ഗ്രൗണ്ടിൻ്റെ ആ ഒരു ലൈനിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഗ്രൗണ്ടും കൊടുത്തു, 5 വോൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് വേണം, അതിൻ്റെ ഔട്ട്പുട്ട് പിന്നാണ്. ഔട്ട്പുട്ട് പിൻ എപ്പോഴും നമ്മൾ ഇങ്ങോട്ടേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ഡിജിറ്റൽ പിന്നിലേക്കായിരിക്കും അല്ലേ. ഡിജിറ്റൽ പിന്നിൽ നമുക്ക് ഏതെങ്കിലും ഒരു പിന്നിൽ കണക്ട് ചെയ്യാം. ഓക്കെ, തൽക്കാലം ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് പ്രകാരം ഞാൻ ഇതിനെ നേരെ കൊണ്ടുപോയിട്ട് 8ലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണോ വേണ്ടത് അത് അതേപോലെ ആ ഒരു ചിത്രത്തിൽ കാണുന്ന അതേപോലെ ഈ ബ്രെഡ് ബോർഡിൻ്റെ കൃത്യമായ ഈ ഒരു ഹോളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഞാനിപ്പം ഈ ഒരു സർക്യൂട്ട് കൃത്യമായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്താണ്, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു ചിത്രത്തിൽ എന്താണോ തന്നിട്ടുള്ളത് അത് അതേപോലെ നോക്കി കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൻ്റെ ആ ഒരു ആർഡിനോ യുനോ ബോർഡ് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാം. കൃത്യമായിട്ട് USB കേബിൾ വെച്ചിട്ട് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത ശേഷം നേരെ നമ്മുടെ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഷോ ആപ്ലിക്കേഷൻസ് കാണാലോ, ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. നമ്മുടെ പിക്ടോബ്ലോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തെടുക്കുക. PI എന്നടിക്കുമ്പോൾ തന്നെ ജസ്റ്റ് PI എന്നടിക്കുമ്പോൾ തന്നെ അവിടെ വരും. പിക്ടോബ്ലോക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ പിക്ടോബ്ലോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടെ കാണുന്ന ബ്ലോക്ക് കോഡിങ് ചൂസ് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നേരെ ബോർഡിലേക്ക് വരാം. നേരെ ബോർഡിലേക്ക് വരിക. ആർഡിനോ യുനോ എന്ന് ഇവിടെ കാണാൻ പറ്റും, അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ബോർഡ് ചൂസ് ചെയ്തു. ഓക്കെ, ബോർഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി ആർഡിനോ യുനോ ബോർഡ് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പോപ്പ് പോലെ വരും. ജസ്റ്റ് കണക്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ കണക്റ്റ് ആയി റെഡിയായി നിന്നോളും. ഓക്കെ, നമ്മളിവിടെ സ്റ്റേജ് മോഡ് ഉണ്ട്, അപ്ലോഡ് മോഡ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ബ്ലോക്കുകളൊക്കെ ഇവിടെ കാണുന്ന വെൻ ആർഡിനോ യുനോ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ അപ്ലോഡ് മോഡിലേക്ക് വരണം. ഓക്കെ, അപ്ലോഡ് മോഡിലേക്ക് വരിക. അപ്ലോഡ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ടാബുകൾ കാണാം. ഇതിലിവിടെ കാണുന്ന ആർഡിനോ യുനോ എന്ന് പറയുന്ന ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ വെൻ ആർഡിനോ യുനോ സ്റ്റാർട്ടപ്പ് എന്ന് കാണാം. ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടാം. ഓക്കെ, കുറച്ച് വലുതാക്കിയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാവും. ഓക്കെ,
വെൻ ആർഡിനോയിനോ സ്റ്റാർട്ടപ്പ്. ഈ ഒരു കോഡിന്റെ മീനിങ് എന്താ? നമ്മുടെ ആർഡിനോയിനോ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് താഴെ കൊടുക്കണം. ആദ്യം നിങ്ങൾ നേരെ കൺട്രോൾസിലേക്ക് വരിക. കൺട്രോൾസ് എന്ന ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫോറെവർ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആണ്. ഇത് നേരെ വലിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇടാം. ഓക്കെ, നേരെ വലിച്ച് അങ്ങോട്ടേക്ക് ഇട്ടു. ഇതേ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ഈഫ് എൽസ് കാണാം. വെറും ഈഫ് അല്ല, ഈഫ് എൽസ്. ഇത് കൊണ്ടുപോയിട്ട് ഈ ഫോറെവറിന്റെ ഉള്ളിലേക്ക് ഇടാം. ഓക്കെ, അത് കൊണ്ടുപോയി അതിൻ്റെ അകത്തേക്ക് ഇടുക. ഇനി നേരെ ഓപ്പറേറ്റേഴ്സിലേക്ക് വരാം. ഓക്കെ, ഓപ്പറേറ്റേഴ്സിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ഈക്വൽ ടു കാണാം. ഓക്കെ, ഈ ഈക്വൽ ടു എടുത്തിട്ട് ഇതിനകത്ത് കൊണ്ടുപോയി ഇടാം. ഓക്കെ, ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയൊരു വൈറ്റ് ബോർഡർ പോലെ കാണാം കേട്ടോ. അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് റിലീസ് ചെയ്താൽ മതി, അത് അവിടെ പറ്റി പിടിച്ചോളും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഈ 50 എന്നുള്ള വാല്യൂ മാറ്റിയിട്ട് 0 കൊടുക്കുക. 50 എന്ന വാല്യൂ മാറ്റി 0 കൊടുക്കുക. എന്താണെന്ന് പറഞ്ഞു തരും, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് നേരെ ആർഡിനോ എന്ന് പറയുന്ന ഈ ഒരു ടാബിലേക്ക് തിരിച്ചു വരാം. ആർഡിനോ റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ എന്ന് കാണാം. റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ, അത് നേരെ വലിച്ച് ഇവിടേക്ക് കൊണ്ടുപോയിടാം. ഇവിടെ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എവിടെയായിട്ട് ആക്ച്വേറ്റേഴ്സ് എന്ന് കാണാം. ആക്ച്വേറ്റേഴ്സിലേക്ക് വരാം. ആക്ച്വേറ്റേഴ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് സെറ്റ് സെർവർ ഓൺ എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ്, ഈ ഒരു ബ്ലോക്കാണ്. ഇതിനെ വലിച്ചു കൊണ്ടുപോയി ഇവിടെ ഇടുക. ഒന്നുകൂടി വലിച്ചിട്ട് ഇവിടെയും കൊണ്ടുപോയിടാം. ക്ലിയർ? ഇനി കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം. ഇവിടെ 2 എന്നുള്ളത് മാറ്റിയിട്ട് 8 ആക്കി കൊടുക്കുക. ഇവിടെ 11 എന്നുള്ളത് മാറ്റിയിട്ട് 9 ആക്കുക. ഇവിടെയും 9 ആക്കുക. ഇവിടെ എന്ത് ചെയ്യുക? 0 ആക്കി കൊടുക്കുക. ഇവിടെ 90 ആക്കി കൊടുക്കുക. എന്തൊക്കെയോ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. പേടിക്കേണ്ട, കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇനി കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ബ്ലോക്കിലേക്ക് വരാം. വെൻ ആർഡിനോ സ്റ്റാർട്ടപ്പ്. നമ്മുടെ ആർഡിനോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അടുത്തത് ഫോറെവർ ആണ്. അതായത് ഇനി ഈ ഫോറെവറിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഫോറെവർ ആയിട്ട് എപ്പോഴും ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഒരു ലൂപ്പ് പോലെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് കൊണ്ടാണ് ഫോറെവർ എന്ന ബ്ലോക്ക് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇനി അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈഫ് എൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു കണ്ടീഷനാണ്. നമ്മൾ പൈത്തണിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈഫ് എൽസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അധികം നിങ്ങൾ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആവേണ്ട. ഈഫിൻ്റെ അകത്ത് എന്താ കൊടുത്തത്? റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 8. നമ്മൾ ഡിജിറ്റൽ പിൻ 8 എന്താ കണക്ട് ചെയ്തിട്ടുള്ളത്? IR സെൻസർ എന്നാണ് അല്ലേ? IR സെൻസറിൻ്റെ ഔട്ട്പുട്ട് പിന്നാണ് നമ്മൾ ഡിജിറ്റൽ പിൻ 8 കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 8. ഡിജിറ്റൽ പിൻ 8ൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസ് ഇവിടെ റീഡ് ചെയ്യാണ്. ഓക്കെ, സ്റ്റാറ്റസ് 0 ഈക്വൽ ടു 0. അഥവാ അവിടെ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡിജിറ്റൽ പിൻ 8 കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ IR സെൻസർ ആണ്. അവിടെ ഉള്ള ആ ഒരു ഡിജിറ്റൽ പിൻ 0 ആണെങ്കിൽ, അവിടെ കിട്ടുന്ന ആ ഒരു വാല്യൂ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? 0 ആണെങ്കിൽ സെറ്റ് സെർവർ ഓൺ 9. അതായത് നമ്മുടെ സെർവോ മോട്ടർ 9-ലല്ലേ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ 9 കൊടുത്തത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം എല്ലാ പിന്നുകളും കാണാൻ പറ്റില്ല. ആ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ വരുന്ന പിന്നുകൾ മാത്രമേ ഇവിടെ കാണാൻ പറ്റൂ. ഓക്കെ, കൺഫ്യൂഷൻ ആവേണ്ട. ആ ഒരു 9-ലാണ് നമ്മൾ കൊടുത്തത്. 9-ൽ കൊടുത്തിട്ടുള്ള ആ ഒരു സെർവോ മോട്ടോർ 0 ഡിഗ്രി ആംഗിളിലേക്ക് മാറണം. ഓക്കെ, അതായത് 8ൻ്റെ അകത്തുള്ള വാല്യൂ, 8 എന്ന് പറയുന്ന പിന്നിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു വാല്യൂ 0 ആകുമ്പം എപ്പോഴാണ് നമ്മുടെ IR സെൻസർ 0 ആവുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. IR സെൻസറിൻ്റെ അടുത്തേക്ക് ഒരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് IR സെൻസറിൻ്റെ ഡിജിറ്റൽ ആ ഒരു ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് 0 ആവും, അഥവാ ഓഫിലേക്ക് പോകും. അതിൻ്റെ അകത്ത് ഒബ്ജക്റ്റുകളൊന്നും ഇല്ല എങ്കിൽ എന്താവും? ഒബ്ജക്റ്റുകളൊന്നും അടുത്ത് വന്നില്ല എങ്കിൽ IR സെൻസറിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് പിന്നെ ഓൺ ആവും, അഥവാ 1 എന്ന് പറയുന്ന ഭാഗത്തേക്ക്, 1 എന്ന് പറയുന്ന ഹൈ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് അടുത്ത് വന്നു കഴിഞ്ഞാൽ IR സെൻസർ 0 ആകും, അതിൻ്റെ ഔട്ട്പുട്ട് പിന്നെ 0 ആവും. അഥവാ IR സെൻസറിൻ്റെ അടുത്തേക്ക് ഒബ്ജക്റ്റുകളൊന്നും ഇല്ല എങ്കിൽ അത് 1 ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു കേസിൽ എന്താ പറയുന്നത്? റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 8 ഈക്വൽ ടു 0. അതായത് IR സെൻസറിൻ്റെ അടുത്തേക്ക് ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിലാണല്ലോ ഇവിടെ 0 വരുന്നത്. അപ്പോൾ IR സെൻസറിൻ്റെ അടുത്തൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, അതായത് അതിൻ്റെ വാല്യൂ 0 ആണ്, അതായത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IR സെൻസറിൻ്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സെർവോ മോട്ടോർ 0 ഡിഗ്രി ആംഗിളിലായിരിക്കണം. 0 ഡിഗ്രി ആംഗിളിലായിരിക്കണം. ഓക്കെ, അല്ല എങ്കിൽ 90 ഡിഗ്രി ആംഗിളിലായിരിക്കണം. ഒബ്ജക്റ്റുകളൊന്നും ഇല്ല എങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കണം. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരെ അപ്ലോഡ് കോഡ് കൊടുത്താൽ മാത്രം മതി. ഈ കോഡ് നേരെ നിങ്ങളുടെ ആർഡിനോ ബോർഡിൻ്റെ അകത്തുള്ള മൈക്രോ കൺട്രോളർ ചിപ്പിൻ്റെ അകത്തേക്ക് പോയിട്ട് സ്റ്റോർ ആയിക്കോളും. ഓക്കെ, അപ്ലോഡ് കോഡ് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള കോഡ് പ്രകാരം IR സെൻസറിൻ്റെ മുന്നിലേക്ക് എൻ്റെ കൈ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ സെർവോ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയിലായിരിക്കും. കാരണം നമ്മുടെ കോഡ് ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. IR സെൻസറിൻ്റെ മുന്നിലേക്ക് ഒരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ സെർവോ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് 0 ഡിഗ്രിയിലായിരിക്കും. IR സെൻസറിന് മുന്നിൽ യാതൊരുവിധ ഒബ്ജക്റ്റും ഇല്ല എങ്കിൽ, നമ്മുടെ കൈയൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ
നമ്മുടെ സെർവോ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് 90 ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മുന്നിലേക്ക് കൈ കൊണ്ട് വന്നു കഴിഞ്ഞാൽ സെർവോ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് 0-ലും, മുന്നിൽ കൈ കൊണ്ട് വന്നില്ല എങ്കിൽ, ഒബ്ജക്റ്റുകളൊന്നും അടുത്തില്ല എങ്കിൽ സെർവോ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് 90 ഡിഗ്രിയിലേക്കും ആവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് തരട്ടെ. ഈ കോഡിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കൈ IR സെൻസറിനെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സെർവോ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് 90 ഡിഗ്രിയിലേക്കും, അതേപോലെ നമ്മുടെ കൈ IR സെൻസറിൽ നിന്ന് ദൂരേക്ക് പോകുന്ന സമയത്ത് സെർവോ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് 0 ഡിഗ്രിയിലേക്കും, അതായത് നേരെ തിരിച്ചിട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു ടാസ്ക് ആണ്. നമ്മുടെ കോഡിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ അത് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ചിട്ട് ആൻസർ എന്താണ് എന്നുള്ളത്, ആ കോഡ് എങ്ങനെയായിരിക്കും എന്നുള്ള നിങ്ങളുടെ ഒരു ഐഡിയ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്താ നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് AI എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ ആലോചിക്കുന്നത് പോലെയുള്ള തിങ്കിങ് സ്കില്ലും അതേപോലെ തന്നെ ഇൻ്റലിജൻസും, മനുഷ്യന്മാർ ആലോചിക്കുന്നത് പോലെയുള്ള തിങ്കിങ് സ്കില്ലും ഇൻ്റലിജൻസും അനുകരിച്ചുകൊണ്ട് യന്ത്രങ്ങളെ കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും അതിനെപ്പറ്റി പഠിച്ച് കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തമാക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മെഷീൻസിനെ, യന്ത്രങ്ങളെ സെറ്റാക്കി എടുക്കുന്ന ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മൾ ഈ പഠിച്ചിട്ടുള്ള റോബോട്ടിക്സും ഒക്കെ തന്നെ ചേർന്ന് വന്നാൽ അടിപൊളിയായിരിക്കൂലേ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന റോബോട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫാക്ടറികളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന റോബോട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ സ്പേസിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന റോബോട്ടുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അഗ്രികൾച്ചർ വർക്ക്സിലെ കാർഷിക വ്യവസായങ്ങളിൽ ഏർപ്പെടുന്ന റോബോട്ടുകളെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. എൻവയോൺമെന്റ് പൊല്യൂഷൻസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന റോബോട്ടുകളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നമുക്ക് ചെറിയൊരു സാധനം ഉണ്ടാക്കി നോക്കിയാലോ? അതായത് ഒരു ഡോറ്, ആ ഡോറിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ചെല്ലുകയാണെങ്കിൽ അത് ഓപ്പൺ ആവണം. ഇതാണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ മുമ്പിലേക്ക് പോകുന്ന സമയത്ത്, ഡോറിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നമ്മൾ വന്നിട്ടുണ്ട്, ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ഒരാൾ ഈ ഡോറിന്റെ അടുത്തേക്ക് പോയാൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവെ ഉപയോഗിക്കുന്നത് PIR സെൻസർ ആണ്, അഥവാ പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ എന്ന് പറയും. പക്ഷേ ഈ ഒരു സെൻസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ഈ സെൻസർ വർക്ക് ചെയ്യുന്നത് ലിവിങ് ബീങ്സിലെ ജീവജാലങ്ങളെ, ഈ ജീവജാലങ്ങളെ ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന, പുറപ്പെടുവിപ്പിക്കുന്ന ഇൻഫ്രാറെഡ് താപവികിരണം, ഇൻഫ്രാറെഡ് താപവികിരണം അഥവാ ഇൻഫ്രാറെഡ് ഹീറ്റ് റേഡിയേഷനെ തിരിച്ചറിഞ്ഞിട്ടാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ പോകുമ്പോൾ മാത്രമായിരിക്കും ഇത് തുറക്കുക? അല്ല, ഏത് ജീവജാലങ്ങൾ പോയാലും ഇത് തുറക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു കോഴി പോയിട്ട് ഇതിന്റെ മുമ്പിൽ വന്ന് നിന്നാൽ പോലും ഇത് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ സെൻസർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. നമ്മളെ മനുഷ്യന്റെ ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യേണ്ട കേസിൽ, അങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് ഈ സെൻസർ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. അതിനുവേണ്ടി നമ്മുടെ മനുഷ്യന്റെ ഫേസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാം. ഒരു ക്യാമറയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ വിഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ ഹ്യൂമന്റെ ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഡോർ ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ആ രീതിയിലുള്ള ഒരു ചെറിയൊരു മിനിയേച്ചർ നമുക്കിവിടെ റെഡിയാക്കിയിട്ട് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ആ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതിൽ ആകെയുള്ളത് ആ ഒരു കൺട്രോൾ ലൈന്, ആ ഒരു ഓറഞ്ച്, ഞാനിവിടെ ഡിജിറ്റൽ പിന്നെ 3, അതൊരു പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പിന്നാണ്, അവിടെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ബാക്കി ഒന്ന് 5 വോൾട്ടിലേക്കും ഒന്ന് ഗ്രൗണ്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ട് ഗ്രൗണ്ട്, കൺട്രോൾ ലൈന് നേരെ ഡിജിറ്റൽ പിൻ 3യിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി നമുക്കിതിനെ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരാം. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരുന്നു. നമ്മുടെ പിക്ടോ ബ്ലോക്സ് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ജസ്റ്റ് PI എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പിക്ടോ ബ്ലോക്സ് വരുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. പിക്ടോ ബ്ലോക്സിനകത്ത് ബ്ലോക്ക് കോഡിംഗ് എന്ന് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ചൂസ് ചെയ്തത് ബ്ലോക്ക് കോഡിംഗ് ആണ്, അത് ക്ലിക്ക് ചെയ്യുക. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പോലെയല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്ലോഡ് മോഡിലായിരുന്നു ചെയ്തത്. എന്നാൽ ഈ ഒരു പ്രവർത്തനം മാത്രം നമ്മൾ ചെയ്യുന്നത് സ്റ്റേജ് മോഡിലാണ് ഇവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ക്യാമറ ആവശ്യമായിട്ടുണ്ട്. ലാപ്ടോപ്പിൻ്റെ ക്യാമറയാണ് നമ്മളിവിടെ ഫേസ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്റ്റേജ് മോഡിൽ കൊടുത്താൽ മാത്രമേ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ക്യാമറ ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂ. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ചോദ്യങ്ങളിൽ ചിലപ്പോൾ പല പ്രവർത്തനങ്ങളും സ്റ്റേജ് മോഡിൽ തന്നെയായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്റ്റേജ് മോഡിൽ ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ഇവിടെ ബോർഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് USB കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആർഡിനോ ബോർഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ നേരെ ബോർഡിലേക്ക് വരിക, ബോർഡ് എന്ന ടാബിലേക്ക് വരിക. ഏതാണ് നമ്മുടെ ബോർഡ് എന്നുള്ളത് ഇവിടെയുണ്ട്. നമ്മുടെ ബോർഡ് എന്ന് പറയുന്നത് ആർഡിനോ യൂനോ ബോർഡാണ്. അത് ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രേ ചെയ്യാനുള്ളൂ. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ബോർഡ് കണക്ട് ചെയ്തത് ഇവിടെ കാണാം. ജസ്റ്റ് കണക്ട് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുള്ളത് സ്റ്റേജ് മോഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. ആ ഒരു സ്റ്റേജ് മോഡിൽ തന്നെയല്ലേ ഉള്ളത് എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം അപ്ലോഡ് ഫേംവെയർ എന്ന് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റേജ് മോഡിലാണെങ്കിൽ ഈ ഒരു ബട്ടൺ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ ക്യാമറയൊക്കെ ആക്സസ് ചെയ്ത് ഫേസ് ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യണം. ഓക്കെ, ആ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ആഡ് എക്സ്റ്റൻഷൻ എന്ന് കാണാം. ആഡ് എക്സ്റ്റൻഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ഫേസ് ഡിറ്റക്ഷൻ എന്ന് കാണാൻ പറ്റും. ഇതൊന്ന് ചൂസ് ചെയ്യാം. ഇവിടെ കാണുന്നില്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് എടുക്കാം. ഫേസ് ഡിറ്റക്ഷൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഫേസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരും. ഞാൻ എന്തായാലും ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുണ്ട് ഫേസ് ഡിറ്റക്ഷൻ എന്നുള്ളത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു എക്സ്റ്റൻഷൻ ഇങ്ങോട്ടേക്ക് ആഡ് ആവുമ്പോൾ തന്നെ പുതിയ കുറച്ച് ബ്ലോക്കുകൾ കാണാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഇവിടെയുള്ള കുറേ ടാബുകളുണ്ട്. ഇവിടെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു എക്സ്റ്റൻഷൻ കാണാം. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാം. ആദ്യം നമ്മൾ സ്റ്റേജ് മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീൻ ഫ്ലാഗ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്രീൻ ഫ്ലാഗ്, ആ ഗ്രീൻ ഫ്ലാഗ് ഗോ എന്നാണ് പറയുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ആ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യൂ. ഓക്കെ, നമ്മുടെ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിത് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് ഇവിടേക്ക് വരാം. ഓക്കെ, ഇവിടെ കാണുന്ന ഇവൻസിലേക്ക് വരിക. ഇവൻസിൽ വെൻ ആ ഒരു ഗ്രീൻ ഫ്ലാഗ് ഉണ്ട്, അത് ക്ലിക്ക്ഡ്, അത് ഇങ്ങോട്ടേക്ക് വലിച്ചിടുക. ഓക്കെ, കുറച്ച് വലുതാക്കി തരാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് ചെയ്യേണ്ടത്, അത് ക്ലിക്ക് ചെയ്യുമ്പം എന്ത് സംഭവിക്കണം, നമ്മുടെ ക്യാമറ ഓൺ ആവണം. ക്യാമറ ഓൺ ആവാൻ വേണ്ടി നമ്മുടെ ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ടാബിലേക്ക് പോവാം. ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ടാബിലെ ടേൺ ഓൺ വീഡിയോ ഓൺ സ്റ്റേജ് വിത്ത് 0% ട്രാൻസ്പെറൻസി എന്ന ഒരു ബ്ലോക്ക് കാണാം. ഈ ബ്ലോക്ക് വലിച്ച് ഇങ്ങോട്ടേക്ക് ഇടാം. ഈ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത് ക്യാമറ ഓൺ ആവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കാൻ വേണ്ടിയാണ്. അടുത്തത് ഫോർ എവർ എന്ന് പറയുന്ന ബ്ലോക്കാണ്. കാരണം ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഫോർ എവർ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി ഫോർ എവർ എന്ന് പറയുന്ന ബ്ലോക്ക് എടുക്കണം. അതുണ്ടത് നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്ന ടാബിലാണ്. കൺട്രോൾ എന്ന് പറയുന്ന ടാബിലെ ഫോർ എവർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇമേജുകളെയൊക്കെ തന്നെ അനലൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, അനലൈസ് ചെയ്യാൻ വേണ്ടി, ആ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ചിത്രങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കോഡ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഇവിടെ വേണം. വീണ്ടും ഫേസ് ഡിറ്റക്ഷനിലേക്ക് വരിക. അവിടെ നമുക്ക് അനലൈസ് ഇമേജ് ഫ്രം ക്യാമറ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ബ്ലോക്ക് ഉണ്ട്. അത് നേരെ എടുത്ത് ഇതിലേക്ക് കൊടുക്കാം. ഓക്കെ, അനലൈസ് ഇമേജ് ഫ്രം ക്യാമറ. ഓക്കെ, ക്യാമറയുണ്ട്, സ്റ്റേജും ഉണ്ട്. നമുക്കിവിടെ ക്യാമറ തന്നെയാണ് വേണ്ടത്. ക്ലിയർ അല്ലേ? ആ ഒരു ഇമേജിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമ്മളിവിടെ ഒരു കണ്ടീഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, ആ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ചിത്രങ്ങളെ അനലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഈഫ് എൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ടാബിലേക്ക് വരിക. കൺട്രോളിൽ ഈഫ് ഉണ്ട്, ഈഫ് എൽസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഈഫ് എൽസ് ആണ് വേണ്ടത്. ഈഫ് എൽസ് എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈഫ് എൽസ് എന്ന് പറയുന്ന ബ്ലോക്ക് ഇട്ടു. അപ്പോൾ കണ്ടീഷൻ എന്താ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റേഴ്സിലേക്ക് വരിക. ഓക്കെ, കൃത്യമായിട്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഓപ്പറേറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു സിമ്പിളുകളുണ്ട്. ഇവിടെ ഞാൻ ഗ്രേറ്റർ ദാൻ എന്ന സിമ്പിൾ എടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇവിടെയുള്ള വാല്യൂ 0 ആക്കി കൊടുക്കുന്നു. വാല്യൂ 0 ആക്കി കൊടുക്കുന്നു. ക്ലിയർ? എന്നിട്ട് ഫേസ് ഡിറ്റക്ഷനിലേക്ക് വരിക. ഫേസ് ഡിറ്റക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗെറ്റ് ഒരു ഹാഷ് ഫേസസ് എന്ന് പറയുന്ന ഒരു കോഡ്, ഒരു ബ്ലോക്ക് കാണാം. അത് വലിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇടുന്നു. അതായത് എത്ര ഫേസുകൾ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫേസുകളുടെ എണ്ണം, എത്ര ഫേസുകൾ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ് കൊടുത്തത്. അതായത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസും ഇല്ല എന്നാണ് പറയാം, അല്ലേ? അപ്പോൾ 0-നേക്കാൾ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ആകാം, 2 ആകാം, 3 ആകാം, 10 ആകാം, 100 ആകാം, എത്രയും ആകാം. അപ്പോൾ 0-നേക്കാൾ മുകളിലാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്ത ഫേസ് എങ്കിൽ, അതായത് 1-ഓ 1-ലധികമോ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഡോർ ഓപ്പൺ ആവണം. അപ്പോൾ ഡോർ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ സെർവോ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നേരെ സെർവോ മോട്ടോറിൻ്റെ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ സെർവോ മോട്ടോറൊക്കെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറേ ബ്ലോക്കുകളുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് സെർവോ ഓൺ എന്ന് പറയുന്ന ഈ ബ്ലോക്ക് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ഓക്കെ, സെർവോ മോട്ടോർ ഏത് പിന്നിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്? 3 ആണല്ലേ? 3 എന്ന് പറയുന്ന ആ ഒരു PWM പിന്നിലേക്കാണ് കണക്ട് ചെയ്തത്. അതുകൊണ്ട് 3 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആംഗിൾ എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. 90.
90. ഓക്കെ, സീറോനേക്കാൾ മുകളിൽ ഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് സീറോ എന്ന് പറഞ്ഞാൽ ഫേസേ കണ്ടിട്ടില്ല, സീറോനേക്കാൾ മുകളിൽ 1, 2, 3 ഒക്കെ ഫേസുകൾ കണ്ടു കഴിഞ്ഞാൽ എന്താവണം? നമ്മുടെ ആ ഒരു സെർവോ മോട്ടോർ 90 ഡിഗ്രിയിലേക്ക് തിരിയണം. തിരിഞ്ഞാൽ മാത്രം പോരാ, അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു മെസ്സേജ് കൂടി കൊടുക്കുന്നുണ്ട്. ഡോർ ഓപ്പൺഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടി നമുക്ക് കൊടുക്കാം. അതിനുവേണ്ടി ഇതാ ഇവിടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ലുക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ലുക്സ് എന്ന ടാബിൽ വന്നു കഴിഞ്ഞാൽ സേ ഹലോ, ഇവിടെ സേ ഹലോ എന്ന് കാണാം. ഇതെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിടാം ഇവിടെ. ഓക്കെ, എന്നിട്ട് ഹലോ മാറ്റുക, ഡോർ ഓപ്പൺ എന്ന് കൊടുക്കുക. ഡോർ ഓപ്പൺഡ് എന്ന് കൊടുത്തു. അതായത് നമ്മുടെ ഈ കാണുന്ന ഒരാളെ കണ്ടോ, ഇതാണ് ടോബി. ഓക്കെ, ഈ ഒരു ടോബി നിങ്ങളോട് ഡോർ ഓപ്പൺഡ് എന്ന് പറഞ്ഞോളും. അതിന് വേണ്ടിയാണ്, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ്. എന്നാൽ ഫേസുകളൊന്നും ഇല്ലെങ്കിൽ എന്ത് വേണം? അതും കൂടി നമ്മൾ എൽസിൽ പറഞ്ഞു കൊടുക്കണം. ഫേസുകളൊന്നും കണ്ടിട്ടില്ല, അഥവാ സീറോ ആണ് ഫേസ്, ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? നമ്മുടെ സെർവോ മോട്ടോർ 0 ഡിഗ്രി തന്നെ ആയിരിക്കണം. അപ്പം എന്ത് ചെയ്യുക? ആക്ച്വേറ്റേഴ്സിലേക്ക് വരിക. ആക്ച്വേറ്റേഴ്സിൽ സെറ്റ് സെർവോ ഓൺ, ഈ ഒരു സെയിം ബ്ലോക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് ഇടുക. ഓക്കെ, സെറ്റ് സെർവോ ഓൺ. സെർവോ മോട്ടോർ നമ്മൾ കണക്ട് ചെയ്തത് 3ലാണ്. ഓക്കെ, എന്താക്കണം? 0 ആക്കണം. അതായത് ഫേസുകളൊന്നും കണ്ടിട്ടില്ല എങ്കിൽ, 0 ആണ് ഫേസസ് എങ്കിൽ നമ്മൾ നേരെ എൽസ് ബ്ലോക്കിലേക്ക് വരും. എന്നിട്ട് നമ്മുടെ സെർവോ മോട്ടോർ 0 ആയിരിക്കും, 0 ഡിഗ്രി ആംഗിളിലായിരിക്കും. അങ്ങനെ മാത്രം പോരാ, അപ്പോൾ ഒരു മെസ്സേജ് കൂടി കാണിക്കണം. അതിനുവേണ്ടി ലുക്സിലേക്ക് വരിക. ലുക്സിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത് സെയിം ബ്ലോക്ക് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇടുന്നു. ഇവിടെ ഡോർ ക്ലോസ്ഡ് എന്ന് കൊടുക്കാം. ഡോർ ക്ലോസ്ഡ്, ഇത്രയും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതൊന്ന് ഗോ ചെയ്താൽ മതി. അതിനിവിടെ കൃത്യമായിട്ട് ആർഡിനോനൊക്കെ നമ്മൾ കണക്ട് ചെയ്തതാണ്. ഇനി നമുക്കിവിടെ ഈ ഗ്രീൻ ഫ്ലാഗ് ഉണ്ടല്ലോ, ഗോ എന്നാണ് പറയുക, അത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പം എൻ്റെ ഫേസ് ഡിറ്റക്റ്റ് ആവുന്നുണ്ട്. ഫേസ് ഡിറ്റക്റ്റ് ആവുന്ന സമയത്താണ് ഇവിടെ ഈ ഒരു മോട്ടോർ അവിടെ കറങ്ങുന്നത് കാണാം, 90 ഡിഗ്രിയിലേക്ക് ടേൺ ആയത് കാണാം. അതേപോലെ ഇവിടെ ഡോർ ഓപ്പൺഡ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഫേസ് ഇല്ലാത്ത ടൈപ്പിൽ ഡോർ ക്ലോസ്ഡ് എന്നും കാണിച്ചു. അതേപോലെ നമ്മുടെ ആ ഒരു സെർവോ മോട്ടോർ 0 ഡിഗ്രിയിലേക്ക് മാറിയിട്ടുണ്ട്. വീണ്ടും ഫേസ് കാണുന്ന സമയത്ത്, ഫേസ് ഡിറ്റക്റ്റ് ആവുന്ന സമയത്ത് ഡോർ ഓപ്പൺ എന്ന് എഴുതി കാണിക്കുന്നതും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. റോബോട്ടുകൾ രൂപകൽപ്പന ചെയ്യുന്നതും അതുണ്ടാക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിനെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറുകളും എന്നിവയെ പറ്റിയിട്ടൊക്കെ തന്നെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഈ ശാസ്ത്രശാഖയുടെ ഒക്കെ തന്നെ ഒരു സമന്വയം, ഇതൊക്കെ തന്നെ ചേർന്നിട്ടുള്ളതാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു IT വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അടുത്തൊരു IT വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ദർശൻ, സൈനിങ് ഓഫ് ഫ്രം ക്രാഷ് ബൈറ്റ്സ്.